നമസ്കാരം. ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പഠിതാക്കളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. +1 തുല്യതാ മലയാളം ആ പാഠപുസ്തകത്തിലെ പൊരിച്ച മീനിന്റെ മന്ത്രവാദിനി എന്ന പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. പഠന പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എല്ലാവരും എൻ്റെ ക്ലാസ് കണ്ടിട്ട് ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ക്ലാസ്സിനെ കുറിച്ച് കമന്റുകൾ ഇടുക. നിങ്ങൾ എല്ലാവരും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചോദ്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ? ആദ്യത്തെ ചോദ്യം 1 മാർക്കിന്റെ വൺ വേർഡ് മാതൃകയിലുള്ള ഒന്നാണ്. അപ്പാർത്തൈഡ് കാലത്ത് വീട്ടുമുറ്റത്തെ തോട്ടം പോലെ പരിരക്ഷിക്കപ്പെട്ടിരുന്നവയായിരുന്നു അവ. അടിവരയിട്ട പദത്തിന്റെ അർത്ഥമെന്ത്? ഇവിടെ അടിവരയിട്ടിരിക്കുന്നത് അപ്പാർത്തൈഡ് എന്ന വാക്കാണ്. അതിന്റെ അർത്ഥം വർണ്ണവിവേചനം. അടുത്തത്, വളരെ അകലെ നിന്ന് തന്നെ ആകാശത്തിലേക്ക് ഉയരുന്നതായി കണ്ടിരുന്ന പുകപടലം ഇപ്പോൾ അടുത്തെത്തി. അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതുക. ഇവിടെ അടിവരയിട്ടിരിക്കുന്നത് പുകപടലം എന്ന പദമാണ്. അതെങ്ങനെയാണ് വിഗ്രഹിക്കുക? പുകയുടെ പടലം. കറുത്ത് കൊഴുത്ത പുകയുടെ ഭീമാകാരമായ പിരിയൻ തൂണ് ആകാശത്തെ മുട്ടുന്നു. അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതുക. ഇതാ വീണ്ടും ഒരു പദം നമ്മളോട് വിഗ്രഹിച്ചെഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. പദം ഏതാണ്? ഭീമാകാരം. ഇത് വിഗ്രഹിക്കുമ്പോൾ ഭീമമായ ആകാരം എന്നായി മാറുന്നു. മലയാള സഞ്ചാര സാഹിത്യത്തിലെ കുലപതിയായിട്ട് അറിയപ്പെടുന്നത് ആര്? ഇവിടെ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ സക്കറിയ, ബി എസ് കെ പൊറ്റക്കാട്, സി തോമസ് മാത്യു, ഡി വീരാൻകുട്ടി. ആ 4 ഓപ്ഷനിൽ നിന്നും നമ്മൾ ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതേണ്ടതാണ്. ഉത്തരം എസ് കെ പൊറ്റക്കാട്. ഇതേ മാതൃകയിലായിരിക്കും 1 മാർക്കിന്റെ ചോദ്യം എക്സാമിന് വരിക. നമുക്കിനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ഒരിക്കൽ സവർണർക്ക് മാത്രമേ വാഹന സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് സവർണരും അവർണരുമെല്ലാം വാഹന ഉടമകളാണ്. പക്ഷേ സംസ്കാരം പഴയതുപോലെ തന്നെ. ലേഖകൻ അർത്ഥമാക്കുന്നതെന്ത്? ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിൽ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് കേരളീയർക്കുള്ള വൈമനസ്യത്തെ കുറിച്ചാണ് ലേഖകൻ ഇവിടെ പറയുന്നത്. വൈമനസ്യം എന്ന് വെച്ചാൽ മടി. പൊതുനിരത്ത് തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന പഴയ സവർണ മനോഭാവമാണ് ട്രാഫിക് സാംസ്കാരിക ശൂന്യതയുടെ പിന്നിൽ. പണ്ടുകാലത്ത് കേരളത്തിൽ ജാതിയിലും സമ്പന്നതയിലും ഉയർന്നവർക്ക് മാത്രമേ വാഹനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നാകട്ടെ വാഹനങ്ങൾ ഒട്ടുമിക്ക ആളുകൾക്കുമുണ്ട്. എന്നാൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധ കുറവാണ്. അതിന്റെ തെളിവാണല്ലോ നമ്മുടെ നിരത്തുകളിൽ ദിനംപ്രതി സംഭവിക്കുന്ന വാഹന അപകടങ്ങൾ. ഇതാ മറ്റൊരു ചോദ്യം. ഡർബനിലെ ഹൈവേയിൽ സക്കറിയ കണ്ട കാഴ്ചകളെ നിങ്ങളുടെ ഭാഷയിൽ ചെറുവിവരണമാക്കുക. ഡർബനിലേക്കുള്ള ഹൈവേയിലൂടെ ലേഖകനും സുഹൃത്തുക്കളും ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഹൈവേയുടെ ഇരുവശങ്ങളിലുമായി ധാരാളമായി ധാന്യവയലുകളും വിളകളും പഴത്തോട്ടങ്ങളും കാണുകയുണ്ടായി. കൂടാതെ പടുകൂറ്റൻ ട്രെയിലർ ലോറികൾ വലിയ ശബ്ദത്തോടെ കടന്നു പോകുന്നതും കണ്ടു. ലേഖകനെ അത്ഭുതപ്പെടുത്തിയത് വാഹനങ്ങൾ ട്രാഫിക് നിയമങ്ങൾ കണിശമായി പാലിച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. N2 എന്ന പ്രധാന ഹൈവേയിൽ വ്യത്യസ്തമായി ഡിസൈൻ ചെയ്ത നിരവധി മേൽപ്പാലങ്ങൾ കണ്ടു. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരും വിധം നിർമ്മിച്ചിട്ടുള്ള മേൽപ്പാലങ്ങൾ ലേഖകനിൽ വിസ്മയമുണർത്തി. മറ്റൊരു ചോദ്യം. പ്രധാന ഹൈവേയുടെ മനോഹാരിത ഒട്ടും നഷ്ടമാകാതെ വെള്ളക്കാർ ചെയ്തു വച്ചിട്ടുള്ള ശില്പഭംഗിയെ പറ്റി വിശദമായി കുറിപ്പെഴുതുക.
N2 എന്ന പ്രധാന ഹൈവേയിൽ നിരവധി മേൽപ്പാലങ്ങളുണ്ട്. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരും വിധമാണ് മേൽപ്പാലങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. യാത്ര ചെയ്യുമ്പോൾ വളരെ ദൂരെ നിന്നും ഈ പാലങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും. വർഗീയതയും വർണ്ണവിവേചനവും ഉണ്ടെങ്കിലും ഒരു സാധാരണ പൊതുമരാമത്ത് ജോലിയിൽ പോലും കണിശമായ സൗന്ദര്യബോധവും കാര്യക്ഷമതയും വെള്ളക്കാർ പ്രകടിപ്പിക്കുന്നു. ഇത്തരം കരവിരുത് പൊതുമരാമത്തിന് മുതൽക്കൂട്ട് തന്നെയാണ്. ഇനി നമുക്ക് ഷെപ്സ്റ്റോൺ സമുദ്രതീരത്തേക്കൊന്ന് പോയാലോ. ഷെപ്സ്റ്റോൺ സമുദ്രതീരം ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞ ഒരു പട്ടണമാണ്. രുചികരമായ ഭക്ഷണം പാകം ചെയ്ത് നൽകുന്നതിൽ അധികൃതർ ശ്രദ്ധാലുക്കളാണ്. അതിഥികളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു. ഷെപ്സ്റ്റോണിലെ ഒരു ഭക്ഷണശാലയിൽ സുന്ദരിയായ വെള്ളക്കാരി യുവതി നമ്മുടെ താല്പര്യമനുസരിച്ച് ആവശ്യപ്പെടുന്ന മത്സ്യം കഷണങ്ങളാക്കി കയ്യിൽ തരും. പാചകപ്പുരയിലെത്തുന്ന ആ സുന്ദരിയെ ആരും അത്ഭുതകരമായി നോക്കി നിൽക്കും. അടുത്ത ചോദ്യം, ദർബാനിൽ എത്തിച്ചേർന്നപ്പോൾ കേരളത്തെ അനുസ്മരിപ്പിച്ച കാഴ്ച എന്താണ്? കേരളത്തിലെ കാഴ്ചകളുമായി താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ചാരുതയാർന്ന ഒരു ഗ്രാമമാണ് ദർബൻ. അവിടെ എത്തിയ ലേഖകൻ സ്വന്തം നാടായ കേരളത്തെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എങ്ങും ധാന്യവയലുകളും പുല്ലുമേടുകളും കരിമ്പിൻ തോട്ടങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. കൂടാതെ നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന പഞ്ചസാര ഫാക്ടറികളും കണ്ടു. കേരളം സസ്യലതാദികളാൽ സമ്പുഷ്ടമായി പച്ച പരവതാനി വിരിച്ച പോലെ മനോഹരമാണല്ലോ. ആഫ്രിക്കൻ പ്രദേശമായ ദർബനും കേരളം പോലെ വിവിധ ഇനം കൃഷികളാൽ പച്ച പിടിച്ചു കിടക്കുന്നു. വെള്ളക്കാരനോട് എനിക്ക് രഹസ്യമായി ബഹുമാനം തോന്നി. ലേഖകൻ ഇപ്രകാരം പറയുന്നതിന്റെ പൊരുളെന്ത്? ദക്ഷിണാഫ്രിക്കയിലെ N2 എന്ന പ്രധാന ഹൈവേയിലൂടെ ലേഖകനും സുഹൃത്തുക്കളും യാത്ര ചെയ്യുമ്പോൾ നിരവധി മേൽപ്പാലങ്ങൾ കാണുകയുണ്ടായി. ഓരോ മേൽപ്പാലവും വ്യത്യസ്ത ഡിസൈനുകളിലാണ് പണിതിരിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കൂടാതെ മേൽപ്പാലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് യോജിച്ച വിധമാണ് അവ പണിതിരിക്കുന്നത്. നേർവരയിട്ടതുപോലെയുള്ള പാതയിൽ വളരെ അകലെ നിന്നും ഈ പാലങ്ങൾ കണ്ട് ആസ്വദിക്കാൻ കഴിയുമെന്നത് ഇതിന്റെ പ്രത്യേകതയാണ്. ഈ പാലങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് വെള്ളക്കാരായതുകൊണ്ടും അവർ നമ്മളെ അടിമകളാക്കും വിധം നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ചവരായതുകൊണ്ടുമാണ് ലേഖകന് വെള്ളക്കാരോട് രഹസ്യമായിട്ട് ബഹുമാനം തോന്നിയത്. നമുക്കായാലും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ രാജ്യത്തെ അനേകം നൂറ്റാണ്ടുകൾ അടക്കി ഭരിച്ച, നമ്മളെ അടിമകളെ പോലെ കണ്ട് ഭരിച്ച ആ വിദേശ രാജ്യത്തോട് തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടമുണ്ടാവുകയില്ല. പക്ഷെ അവരുടെ ഈ മേൽപ്പാലങ്ങളുടെ പണിയിലുള്ള പ്രാഗൽഭ്യം, മികവ് കണ്ടപ്പോൾ നമ്മുടെ ലേഖകന് അവരോട് ബഹുമാനം തോന്നി. പക്ഷേ അത് രഹസ്യമായിട്ടാണ് പ്രകടിപ്പിച്ചത്, മനസ്സിൽ തോന്നിയത് എന്നർത്ഥം. അതാ, നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. ഭൂമിയുടെ അറ്റത്തേക്ക് എന്ന തോന്നലാണ് ആഫ്രിക്കൻ സമതലങ്ങളിലെ മഹാപാതകൾ നമ്മിലുണ്ടാക്കുന്നത്. ലേഖകന്റെ ഈ അഭിപ്രായത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആഫ്രിക്കൻ സമതലങ്ങളിലെ മഹാപാതകൾ നീണ്ടു നേർരേഖ പോലെ കിടക്കുന്നു. പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ 20ഉം 25ഉം കിലോമീറ്റർ അകലത്തേക്കാണ് നമ്മുടെ നോട്ടം പതിക്കുന്നത്. കാരണം റോഡ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. കൺമുമ്പിൽ അവസാനമില്ലാത്ത റോഡുകൾ മാത്രം. ചെറു കുന്നുകൾ കയറി മറിയുമ്പോഴാണ് ചക്രവാളവുമായി പാത കൂടിച്ചേരുന്ന ആ വിദൂര ബിന്ദു നമ്മുടെ കാഴ്ചയിൽ നിന്നും മറയുന്നത്. ഇതിനാലാണ് ലേഖകന് ആഫ്രിക്കൻ സമതലങ്ങളിലെ മഹാപാതകൾ ഭൂമിയുടെ അറ്റം വരെയുണ്ടെന്ന തോന്നൽ ഉളവാക്കിയത്. ഇതാ ഒരു വൺവേഡ് ചോദ്യം. വെയിൽ തേടുന്ന പാശ്ചാത്യ വിദേശ സഞ്ചാരികളുടെ ഇടയിൽ പ്രസിദ്ധമായത് എന്ത്? ദക്ഷിണാഫ്രിക്കയിലെ സൂര്യപ്രകാശം. മറ്റൊന്ന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ്. ദക്ഷിണാഫ്രിക്കയിലെ സൂര്യപ്രകാശത്തിന്റെ പ്രത്യേകതകൾ ഒരു കുറിപ്പായിട്ട് എഴുതുക.
ദക്ഷിണാഫ്രിക്കയിലെ സൂര്യപ്രകാശത്തിൽ ക്യാൻസറിന് കാരണമായ അൾട്രാവയലറ്റ് വികിരണങ്ങൾ കൂടുതലാണ്. മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ വെള്ളക്കാരുടെ ശരീരം പൊള്ളുന്നതിന് അത് ഇടയാകും. വീണ്ടും ഇതാ ഒരു വൺ വേർഡ് ചോദ്യം. 1860-കളിൽ ഇന്ത്യൻ കരാർ ജോലിക്കാരെ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചത് എന്തിനാണ്? കരിമ്പിൻ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ. കരിമ്പിൻ തോട്ടങ്ങളിൽ. ഗാന്ധിജി വക്കീൽ ഭാഷയിൽ ഒതുക്കി പറയുന്നത് എന്ത്? ആസൂത്രിതവും ശാസ്ത്രീയവുമായ കൃഷിയും കൃഷിപ്പണിയും ആഫ്രിക്കക്കാരുടെ ജീവിത സമീപനത്തിന്റെ ഭാഗമല്ല എന്ന വാസ്തവം. ആഫ്രിക്കക്കാർക്ക് നല്ല ആരോഗ്യമുണ്ട്, കായിക ബലമുണ്ട്, പക്ഷെ അവർക്ക് കൃഷിപ്പണി ഇതിലൊന്നും വലിയ താല്പര്യം അല്ലെങ്കിൽ അതിലൊരു മികവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൃഷിപ്പണി ചെയ്യാനായിട്ട് ആഫ്രിക്കക്കാരെ ഉപയോഗിക്കാൻ ആഫ്രിക്കൻ ഭരണകൂടത്തിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണകൂടവുമായി ആലോചിച്ച് ഇന്ത്യയിൽ നിന്നും ആളുകളെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ജോലി ചെയ്യാനായിട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് അവർ പണിക്കാരെ ലഭ്യമാക്കാൻ ഇന്ത്യ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു. ഇംഗ്ലീഷുകാർ ഇപ്രകാരം പ്രവർത്തിക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യം എന്ത്? ഇംഗ്ലീഷുകാർക്ക് തോട്ടങ്ങളിൽ പണിയെടുക്കാനായി പണിക്കാരെ ആഫ്രിക്കയിൽ നിന്നും ലഭിച്ചില്ല. സുളു വർഗക്കാർ ചില ഒത്താശകൾ ചെയ്തെങ്കിലും തോട്ടങ്ങളിൽ പണിയെടുക്കാൻ വിസമ്മതിച്ചു. ഈ സാഹചര്യത്തിലാണ് കഠിനാധ്വാനികളായ പണിക്കാരെ ലഭ്യമാകുന്നതിന് ഇന്ത്യ ഗവൺമെന്റിനോട് ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടം അഭ്യർത്ഥിച്ചത്. വീണ്ടും ഒരു ചോദ്യം. ഒരു നോട്ടം നോക്കി കിടിലം കൊണ്ട ഞങ്ങൾ സ്ഥലം വിട്ടു. ഇവിടെ സൂചിപ്പിക്കുന്ന സംഭവം എന്ത്? ലേഖകനും സുഹൃത്തുക്കളും ദർബൻ നഗരപ്രാന്തങ്ങളിൽ പഞ്ചസാര ഫാക്ടറികൾ കണ്ടുകൊണ്ട് നടക്കുന്ന അവസരത്തിൽ ഒരു കൂറ്റൻ ഫാക്ടറിക്ക് തീ പിടിച്ച കാഴ്ച അവർ കാണുകയുണ്ടായി. വലിയ ആ തീപിടുത്തത്തിൽ വൻ കോട്ട പോലെ ആളിക്കത്തുന്ന പുകയും തീയും അവരുടെ സമീപത്ത് കാണുകയും അത് അവരുടെ മേൽ പതിച്ചാൽ എല്ലാവരും അതിൽപ്പെട്ട് ഇല്ലാതെയാകുമെന്നും അവർ ഭയപ്പെട്ടു. ഈ കാരണത്താൽ അഗ്നിബാധയുടെ ഭീകരാവസ്ഥ കണ്ട് ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം അവർ സ്ഥലം വിട്ടു. ദർബൻ നഗരത്തെക്കുറിച്ച് നമുക്കൊരു ചെറിയ കുറിപ്പെഴുതാം. 2-3 വാക്യത്തിൽ ഉത്തരം എഴുതുക എന്ന ചോദ്യമായിട്ടായിരിക്കും ഇതെത്തുക. ദർബന്റെ പ്രൗഢി നഗര സമീപത്തെത്തുമ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങും. ഒരു മഹാനഗരം തന്നെയാണ് ദർബൻ. നഗരത്തിൽ ആൾത്തിരക്കിന്റെ ഞെരുക്കമൊന്നുമില്ല. എന്നാൽ നഗര വ്യക്തിത്വം തെരുവുകളിലും കെട്ടിടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അടുത്തത്, ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തെക്കുറിച്ച് യാത്രാ വിവരണ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഇതൊരു പ്രധാന ചോദ്യമാണ്, എക്സാമിന് വരാൻ വളരെ സാധ്യതയുണ്ട്. ശ്രദ്ധയോടെ പഠിക്കുക. ഭാരത സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിന് മുൻപായിട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലാണ് തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1860-കളിൽ ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടവും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ കരിമ്പിൻ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നതിനായി അനേകം ഇന്ത്യക്കാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു. അവർക്ക് വേണ്ടി വാദിക്കാനായിരുന്നു ഗാന്ധിജി പൊതുപ്രവർത്തനങ്ങളുമായി ആദ്യമായി രംഗത്തിറങ്ങിയത്. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം അക്കാലത്ത് ചെയ്യുകയുണ്ടായി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ തന്റെ സേവനത്തിന് ശേഷമാണ് ഭാരതത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ടും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനായിട്ടും പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നാണല്ലോ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ തന്റെ സേവനം ഏതാണ്ട് മതിയാക്കാം എന്ന് ബോധ്യം വന്ന സമയത്തും ഇന്ത്യയിൽ തന്റെ സേവനം അത്യന്താപേക്ഷിതമാണെന്ന് ബോധ്യം വന്ന സമയത്തുമാണ് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് ഗാന്ധിജി മടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ വളരെ വലിയ വിഷമമാണ് അനുഭവപ്പെട്ടത്. അദ്ദേഹത്തെ അവിടെ നിന്നും മടക്കി അയക്കാൻ ആ ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എങ്കിലും നിവൃത്തിയില്ലാത്തതിനാൽ അവർ മനസ്സോടെ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുന്നതായിട്ട് തന്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്.
പോകുന്ന സമയത്ത് ഗാന്ധിജിക്കും കുടുംബത്തിനും വിലപിടിച്ച അനേകം സമ്മാനങ്ങൾ, സ്വർണ്ണാഭരണങ്ങളും രത്നാഭരണങ്ങളും അടക്കം വിലപിടിച്ച സമ്മാനങ്ങൾ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. ആ സമ്മാനങ്ങളൊക്കെ അദ്ദേഹം സ്വീകരിച്ചെങ്കിലും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നു. അതൊരു ട്രസ്റ്റിന്റെ കീഴിലാക്കിയിട്ട് പാവപ്പെട്ട ആളുകൾക്ക് ഉപകരിക്കുന്ന വിധത്തിൽ അതിനെ മാറ്റുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ ആ മഹാമനസ്കതയും മറ്റുമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇതാ വേറൊരു ചോദ്യം. പൊരിച്ച മീനിന്റെ മന്ത്രവാദിനി എന്ന തലക്കെട്ട് പാഠഭാഗത്തിന് എത്രമാത്രം യോജിക്കുന്നുണ്ട്? തലക്കെട്ടിന്റെ ഔചിത്യം വ്യക്തമാക്കുക. ലേഖകനും സുഹൃത്തുക്കളും ഷെപ്സ്റ്റോൺ നഗരത്തിൽ ഉച്ചഭക്ഷണത്തിനായി ഒരു റെസ്റ്റോറന്റിൽ കയറുന്നു. ആവശ്യക്കാരുടെ താല്പര്യമനുസരിച്ച് സുന്ദരിയും വെള്ളക്കാരിയുമായ ഒരു യുവതി നിമിഷ നേരം കൊണ്ട് ജീവനുള്ള മത്സ്യത്തെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി നൽകും. ഈ കാഴ്ച കണ്ടപ്പോൾ ലേഖകന് ആ യുവതി ഒരു മന്ത്രവാദിനിയെ പോലെ തോന്നുന്നു. കാരണം മന്ത്രവാദിനികൾ അവരുടെ മാന്ത്രികത കൊണ്ട് ഏതു കാര്യവും പെട്ടെന്ന് മാറ്റിമറിക്കും. ലേഖകന് അത്ഭുതമായി മാറിയ ആ കാഴ്ച പാഠഭാഗത്തിന്റെ തലക്കെട്ടിന് യോജിച്ചത് തന്നെയാണ്. അടുത്തത് 6 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. 1.5 പേജിൽ എഴുതാൻ ഉള്ളതും. സഞ്ചാര സാഹിത്യ കൃതികളുടെ പൊതു സവിശേഷതകളെ കുറിച്ച് ഒരു ഉപന്യാസം രചിക്കുക. ആദ്യം ഒരു തലക്കെട്ട് വേണം. നമുക്ക് ചോദ്യത്തിൽ തന്നത് തന്നെ എഴുതാം. സഞ്ചാര സാഹിത്യ കൃതികളുടെ പൊതു സവിശേഷത. സഞ്ചാര സാഹിത്യം ആകർഷകമായ ഒരു സാഹിത്യ രൂപമാണ്. മികച്ച സഞ്ചാര സാഹിത്യത്തിന് ആത്മനിഷ്ഠതയും വസ്തുനിഷ്ഠതയും ഉണ്ടായിരിക്കും. സഞ്ചരിച്ച സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രം, ചരിത്രം, സംസ്കാരം, രാഷ്ട്രീയം, സാഹിത്യം, കലകൾ ഇവയൊക്കെ പ്രതിപാദിക്കുമ്പോൾ സഞ്ചാര സാഹിത്യം എങ്ങനെയായി മാറും? ഇതാ വസ്തുനിഷ്ഠമാകും. രചനയിലുള്ള ആകർഷകമായ ശൈലിയും വൈകാരിക വിവരണവും നടത്തുമ്പോൾ അത് ആത്മനിഷ്ഠമാകും. സഞ്ചാരി കണ്ടതെല്ലാം അനുഭവ തീവ്രതയോടെ വായനക്കാരനിൽ എത്തുമ്പോൾ താൻ ഇതുവരെ കാണാത്ത ഭൂപ്രദേശങ്ങളിലൂടെയുള്ള ഒരു യാത്രയുടെ അനുഭവമായി വായനക്കാരനത് മാറുന്നു. വായനക്കാരന് എഴുത്തുകാരൻ സഞ്ചരിക്കുന്ന മേഖലകളും ലഭിക്കുന്ന അനുഭവങ്ങളും സ്വന്തം അനുഭവമായി മാറുന്നു. വിജ്ഞാനവും വിനോദവും ഉൾച്ചേർന്ന ഒരു സാഹിത്യ രൂപം കൂടിയാണത്. ആകർഷകമായ ശൈലിയും വൈകാരികമായ വിവരണവുമുള്ള സഞ്ചാരകൃതികൾ വായനക്കാരെ കൂടുതൽ ആകർഷിക്കുന്നു. കാര്യമാത്ര പ്രസക്തമായി ഉള്ളടക്കം ചിട്ടപ്പെടുത്തൽ, വളച്ചുകെട്ടില്ലാത്ത വിവരണം, വിവരണങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതും തള്ളിക്കളയേണ്ടതുമായ സംഗതികളെ സംബന്ധിച്ച വിവേചനബോധം, അവതരണത്തിൽ ആത്മാർപ്പണം തുടങ്ങിയവ സഞ്ചാര സാഹിത്യ കൃതികളുടെ സവിശേഷതകളാണ്. വിജ്ഞാന കുതികിയുടെ അന്വേഷണപരതയും ചരിത്രകാരന്റെ സൂക്ഷ്മ നിരീക്ഷണവും തത്വചിന്തകന്റെ സമചിത്തതയും കവിയുടെ ഭാവനാവിലാസവും കലാകാരന്റെ ശില്പചാതുര്യവും ഒരു സഞ്ചാര സാഹിത്യകാരനിൽ ഉണ്ടെങ്കിൽ സഞ്ചാര കൃതികൾ ഉത്തമമായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും സഞ്ചാര കൃതികൾ വായിച്ചിട്ടുണ്ടോ? മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സഞ്ചാര സാഹിത്യകാരനാണല്ലോ എസ്.കെ. പൊറ്റക്കാട്. അദ്ദേഹം അനവധി സഞ്ചാര സാഹിത്യ കൃതികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ചാൽ ഇവിടെ പറയുന്ന രീതിയിൽ നമ്മൾ ആ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചതായിട്ട് നമുക്ക് തോന്നും, അനുഭവപ്പെടും. അദ്ദേഹത്തോടൊപ്പം നമ്മളും യാത്ര ചെയ്യുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ സമകാലീന കാലത്ത് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ഒരു മഹത് വ്യക്തി അദ്ദേഹത്തിന്റെ യാത്രാനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതും കേൾക്കുന്നത് വളരെ ഉത്തമം തന്നെയായിരിക്കും. അടുത്തത്, ആധുനിക സഞ്ചാര സാഹിത്യം വായനാനുഭവത്തിൽ നിന്നും മാറി കാഴ്ചയുടെ ലോകത്ത് വിഹരിക്കുന്നവയാണ്. ഈ പ്രസ്താവന പരിഗണിച്ചുകൊണ്ട് ആദ്യകാല സഞ്ചാര സാഹിത്യകൃതികളിൽ നിന്നും ആധുനിക സഞ്ചാര സാഹിത്യകൃതികൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തിയ ഒരു പഠനക്കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: ആദ്യകാല സഞ്ചാര സാഹിത്യകൃതികളിൽ എഴുത്തുകാരൻ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളും ലഭിക്കുന്ന അനുഭവങ്ങളും പ്രതിപാദിക്കുന്നു. നമ്മൾ കാണാത്തതും എന്നാൽ കേട്ടു പരിചയിച്ച സ്ഥലങ്ങളിലൂടെയുമുള്ള യാത്രാനുഭവങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുന്നതാണ് യാത്രാ വിവരണങ്ങളുടെ ദൗത്യം.
സഞ്ചാരിയുടെ അനുഭവക്കുറിപ്പുകളാണ് യാത്രാ വിവരണങ്ങൾ. സഞ്ചരിക്കുന്ന പ്രദേശങ്ങൾ ഏതൊരാൾക്കാണ്, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന തരത്തിൽ ലളിത ഭാഷയിൽ എഴുതുന്നു. അത് വായിക്കുന്ന വായനക്കാരന് തൽസ്ഥലം കണ്ടതുപോലെ അനുഭവപ്പെടും. ഇത്തരത്തിൽ യാത്രാ വിവരണം മലയാള സാഹിത്യത്തിന് നൽകിയ എഴുത്തുകാരനാണ് എസ്.കെ. പൊറ്റക്കാട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ച്. ഇന്ന് നമുക്ക് ഇന്നത്തെ കാലത്തേക്ക് നോക്കാം അല്ലേ. ഇന്ന് സാമൂഹിക മാധ്യമങ്ങളുടെയും വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും വളർച്ച സഞ്ചാര സാഹിത്യത്തെ അതിസമ്പന്നമാക്കിയിരിക്കുന്നു. ദൃശ്യത്തിന്റെ അകമ്പടിയോടെയാണ് പുതുതലമുറ സഞ്ചാരാനുഭവങ്ങളെ അവതരിപ്പിക്കുന്നത്. യാത്രയിൽ കാണുന്ന കാഴ്ചകളെ ക്യാമറയിലൂടെ സഞ്ചാരികൾ പകർത്തുകയും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഭൂരിഭാഗം സഞ്ചാരികളും യാത്രാനുഭവങ്ങൾ നവമാധ്യമങ്ങളിലൂടെയാണ് പങ്കുവയ്ക്കുന്നത്. യാത്രാനുഭവങ്ങൾ തത്സമയം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നവരുമുണ്ട്. ട്രാവൽ ബ്ലോഗുകൾക്കും പ്രിയമേറി വരുന്നു. സഞ്ചരിക്കുന്ന പ്രദേശങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വീഡിയോകളിലൂടെ ബ്ലോഗർമാർ നൽകുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇത്തരത്തിലുള്ള യാത്രാ ദൃശ്യങ്ങൾ പകർത്തുന്നവരായിരിക്കാം അല്ലേ. ഇതാ, നിങ്ങളുടെ സഞ്ചാരാനുഭവത്തെ അടിസ്ഥാനമാക്കി ഒരു യാത്രാ വിവരണം തയ്യാറാക്കുക. നമ്മളോട് ഒരു യാത്രാ വിവരണം തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പോയ ഏതെങ്കിലും പ്രദേശങ്ങളെ, അനുഭവങ്ങളെ നമുക്കതിൽ എഴുതാവുന്നതാണ്. ഞാനിവിടെ ഒരു മാതൃകയാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ സഞ്ചാരക്കുറിപ്പുകൾ രേഖപ്പെടുത്താവുന്നതാണ്. തമിഴ്നാട് സേലത്തിനടുത്തുള്ള ഹൊഗനക്കൽ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മാർച്ച് 27 രാത്രി ട്രെയിൻ മാർഗം യാത്ര പുറപ്പെട്ടു. പ്രഭാതത്തിൽ സേലത്തെത്തിയ ഞങ്ങൾ അവിടെ നിന്നും ഒരു മിനി ബസ്സിൽ ഹൊഗനക്കലിലേക്ക് യാത്ര തിരിച്ചു. വിശാലമായതും തരിശായി കിടക്കുന്നതുമായ പ്രദേശങ്ങളാണ് യാത്രയിലുടനീളം കണ്ടത്. 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഹൊഗനക്കലിൽ എത്തി. ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഹൊഗനക്കലിലെ കാവേരി നദിയിലേക്ക് പുറപ്പെട്ടു. ലീഡറായ വിഷ്ണു ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരികയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഞാൻ ആദ്യമായി കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്തു എന്നതാണ് എൻ്റെ പുതിയ അനുഭവം. 4 പേർ വീതമാണ് കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്തത്. 2 മണിക്കൂറോളം കാവേരി നദിയുടെ മനോഹാരിത കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്തു. രാജു എന്ന കൊട്ടവഞ്ചി തുഴലുകാരൻ രജനീകാന്ത് പാടി അഭിനയിച്ച പാട്ടുകൾ ഇടയ്ക്ക് പാടുന്നുണ്ടായിരുന്നു. കാവേരിയുടെ ഒരു വശം തമിഴ്നാടും മറുവശം കർണാടകവുമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. 2 സംസ്ഥാനങ്ങളിലൂടെ ഒരേ സമയം യാത്ര ചെയ്യുന്ന ഒരു അപൂർവ നിമിഷം. നദീതീരത്തുള്ള പാറക്കെട്ടുകൾ എന്നെ വളരെ വിസ്മയിപ്പിച്ചു. പാറകൾ പല രൂപത്തിലും ഭാവത്തിലുമാണ് കാണപ്പെട്ടത്. ചെറിയ ഒരു വെള്ളച്ചാട്ടത്തിന് സമീപം കൊട്ടവഞ്ചി എത്തിയപ്പോൾ താഴേക്ക് പതിക്കുന്ന വെള്ളത്തിൽ അനേകം കുഞ്ഞു മത്സ്യങ്ങൾ തുള്ളിക്കളിക്കുന്നു. ആ കാഴ്ച മത്സ്യങ്ങളുടെ മഴ എന്ന് തന്നെ പറയാം. വെള്ളച്ചാട്ടത്തിൽ കുളിച്ചത് എൻ്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമായിരുന്നു. കാവേരിയിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. ആളുകൾ വലയെറിഞ്ഞും ചൂണ്ടയിട്ടും മീൻ പിടിക്കുന്നു. പിടിക്കുന്ന മീൻ അപ്പോൾ തന്നെ പൊരിച്ചു കിട്ടുന്ന സംവിധാനവും അവിടെയുണ്ട്. ഞാനും ഒരു കഷ്ണം മീൻ കഴിച്ചു. എന്തൊരു സ്വാദായിരുന്നു! ആ വറുത്ത മീനിന് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട് കേട്ടോ ആ സ്വാദ്. കൊട്ടവഞ്ചി യാത്ര കഴിഞ്ഞപ്പോൾ ഏകദേശം 2 മണിയായിട്ടുണ്ടാകും. തുടർന്ന് ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഹൊഗനക്കലിനോട് വിട പറഞ്ഞു. സേലത്തെത്തിയ ഞങ്ങൾ രാത്രി 7 മണിയുടെ ട്രെയിനിൽ മടക്കയാത്ര ആരംഭിച്ചു. നല്ല കുറേ നിമിഷങ്ങൾ എൻ്റെ മനസ്സിൽ അപ്പോഴും ഇപ്പോഴും തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. ഇത്രയുമാണ് നമ്മുടെ ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഏകദേശം എല്ലാം തന്നെ ഞാൻ നൽകുന്നുണ്ട് എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും അടുത്ത പാഠവുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.